ഹലോ ഫ്രണ്ട്സ്, അബിടെക് മലയാളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡി സി മോട്ടറിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ സൂപ്പർ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും നീളമുള്ളൊരു ചെമ്പ് കമ്പി എടുക്കണം. എന്നിട്ട് ഇതിന് ഒരു PVC പൈപ്പ് എടുക്കണം. PVC പൈപ്പ് എടുത്ത് നമുക്ക് ഈ ചെമ്പ് കമ്പി ഇതേപോലെ വീഡിയോ കാണിക്കുന്നത് നമുക്ക് ചുറ്റിയെടുക്കാം. അടുപ്പിച്ച് നമുക്ക് ചുറ്റിയെടുക്കാം. ഇതേപോലെ ചുറ്റി. ഇനി നമുക്ക് ഈ PVC പൈപ്പിൽ നിന്ന് നമ്മൾ ഈ ചെമ്പ് കമ്പി ഊരിയെടുക്കാം. ഈ ചുറ്റിയ ചെമ്പ് കമ്പി ഇതേപോലെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് ഈ ഇന്ന് ലോക്ക് ചെയ്ത് ഇത് കെട്ടി കൊടുക്കാം. നല്ല ഇറുക്കി ലോക്ക് ചെയ്ത് കെട്ടി കൊടുക്കാം. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഇത് ഒരേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി ഇരിക്കുന്നതിന് നമുക്ക് നോക്കണം. എന്നാലേ നമ്മുടെ മോട്ടർ കറങ്ങത്തുള്ളൂ. ഇങ്ങനെ ലെവൽ ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കും. ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഇവിടെ കോപ്പർ കമ്പി ഇവിടെ കെട്ടി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരേ ലെവലിനാണ് നമ്മൾ ഇതിൻ്റെ ആർമേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആക്സിലാണ് നമ്മളിപ്പോൾ ഒരേ ലെവലിനാണ് ഈ രണ്ടെണ്ണമാണ് ആക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആക്സിലും ഒരേ ലെവലിനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പണി ഇതേപോലൊരു കാർഡ്ബോർഡ് എടുക്കണം. കാർഡ്ബോർഡിലോട്ട് നമുക്ക് നമ്മുടെ ഈ ആർമേച്ചർ ഈ കാർഡ്ബോർഡിലോട്ട് കാർഡ്ബോർഡിലല്ല, ഈ പ്ലൈവുഡിൻ്റെ ഈ ബോർഡിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇതേപോലെ രണ്ട് പീസുകളാണ്. ഇത് റീഫില്ലറിൻ്റെ രണ്ട് പീസുകളാണ്. ഇത് നമുക്കിത് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ റീഫില്ലർ ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ ടൈറ്റിനാണ് ഇരിക്കുക. ഇത് ഇതേപോലെ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഇൻസുലേഷൻ കളഞ്ഞ ഒരു ചെമ്പ് കമ്പിയാണ് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് നമുക്കൊന്ന് ഇതിനെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കാം. നമ്മളിതവിടെ പ്ലെയറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടി നമുക്കിതിനൊന്ന് ഇതേപോലെ മടക്കാം. ഇങ്ങനെ മടക്കി ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് ഒരേ ലെവലിന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ രണ്ട് പീസ് ഒരേ ലെവലിന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു റീഫില്ലറിൻ്റെ പീസ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ചെമ്പ് കമ്പി ഇതേപോലെ അടുപ്പിച്ച് ചുറ്റി കൊടുക്കുക. ഇതേപോലെ ചുറ്റി വെച്ച് കൊടുക്കുക. സ്പ്രിങ് മോഡൽ നമുക്ക് ചുറ്റി ഇത്രയും മതിയാവും. ഇതേപോലെ നമുക്ക് ഇത് ഇത്രയും വെച്ച് നമുക്ക് ഇനി നമുക്ക് ഊരിയെടുക്കാം. ഇനി അതേപോലെ തന്നെ ഈ ചെമ്പ് കമ്പിയും ഇതുപോലെ ആക്കിയെടുക്കണം. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ റീഫില്ലറിൽ ഇതേപോലെ ചുറ്റി എടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഇനി നമുക്കിനി ഊരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച ഈ റീഫില്ലറിലോട്ട് നമുക്ക് ഇതിനൊന്ന് ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കാം.
ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കുക. ഇതിലാണ് നമ്മുടെ മോട്ടറിൻ്റെ ആർമേച്ചർ കിടന്ന് കറങ്ങുന്നത്. ഇത് നമുക്ക് ചെയ്യേണ്ടത്, നമ്മളുണ്ടാക്കിയ ആർമേച്ചറിൻ്റെ ഈ കമ്പിയിലെ ഇൻസുലേഷനും ഈ കമ്പിയിലെ ഇൻസുലേഷനും നമുക്ക് കളയാം. അങ്ങനെ നമുക്കിത് ഇതേപോലെ ഒരു ബ്ലേഡ് എടുത്ത് ഇത് മുഴുവൻ ചുരണ്ടി കളഞ്ഞാൽ മതി. ഫ്രണ്ട്സ്, എന്താ നമ്മുടെ ആർമേച്ചറിൻ്റെ 2 സൈഡിലെ ഇൻസുലേഷൻ നമ്മൾ ഇനി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത പ്ലൈവുഡിൽ ഈ കോപ്പർ കമ്പിയിലോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആക്സിൽ, നമ്മൾ ആർമേച്ചറിൻ്റെ ഒരു ആക്സിൽ കയറ്റി കൊടുക്കുക ഇതേപോലെ. ഇനി നമുക്ക് അടുത്ത ആ കമ്പി എടുത്ത്, നമ്മൾ നേരെ സെറ്റ് ചെയ്ത് വെച്ച ആ കമ്പി എടുത്ത് അതിൻ്റെ ഈ ആർമേച്ചറിൻ്റെ അടുത്ത ആക്സിൽ ഇതേപോലെ കയറ്റി ഈ റീഫില്ലറിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു കാന്തം നമുക്ക് എടുക്കണം. ഇതേപോലെ ഒരു സ്പീക്കറിൻ്റെ കാന്തമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ സ്പീക്കറിൻ്റെ കാന്തം നമുക്കിത് ഇവിടെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഇത്രയും പൊക്കത്തിന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ പൊക്കത്തിനാണ് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി. കാരണം ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഇത് കറക്റ്റ് നോക്കണം, അല്ലെങ്കിൽ ആർമേച്ചർ ചെന്ന് കാന്തത്തിൽ ഇടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ലെവലിന് നോക്കിയാണ് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മാഗ്നറ്റിൻ്റെ പൊക്കം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടിയിൽ വേറൊരു സ്പീക്കർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മളെ മറ്റേ മാഗ്നറ്റ് വെച്ചാണ് നമ്മൾ ഈ ആർമേച്ചർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ടൊരു പോസിറ്റീവും ഇതിലോട്ടൊരു നെഗറ്റീവ് വയറും കൂടെ നമുക്കിനി 12 വോൾട്ട് സപ്ലൈയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഒന്ന് കൊടുത്തു നോക്കാം. നമ്മളിപ്പം മോട്ടറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 12 വോൾട്ട് സപ്ലൈ നെഗറ്റീവിലും പോസിറ്റീവിലും കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. ഇത് കറങ്ങുമില്ലേ നമുക്ക് നോക്കി നോക്കാം. ഇപ്പം ഇത് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് വയറാണ്, ഇത് നെഗറ്റീവ്. നമുക്കിനി ഇത് 2 അറ്റത്തായിട്ട് കൊടുത്തു നോക്കാം. ഇതിനി ഈ വയറിലോട്ട് നമുക്കിവിടെ കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത നെഗറ്റീവ് വയർ ആർമേച്ചറിൻ്റെ നെഗറ്റീവിലോട്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കറങ്ങുന്നത് കാണാൻ പറ്റും. നമ്മുടെ മോട്ടർ ഇവിടെ കിടിലായിട്ട് കറങ്ങുന്നുണ്ട്. നല്ല സ്പീഡിൽ തന്നെയാണ് ഈ മോട്ടർ കറങ്ങുന്നത്, നന്നായിട്ട് കറങ്ങുന്നുണ്ട്. നമ്മൾ 12 വാട്ടിൻ്റെ ഒരു സപ്ലൈയാണ് ഇവിടെ നെഗറ്റീവും പോസിറ്റീവായിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം, മറക്കല്ലേ ആരും.